നടന്നു പോയിട്ടുണ്ടോ? ദുബായിൽ നിന്ന് ഷാർജയ്ക്ക് ഓഫീസിൽ നിന്ന് മെട്രോയിൽ കാലുകുത്തി റോഡിലോട് നോക്കിയപ്പോൾ മനസ്സിലായി ഇന്ന് എന്തായാലും വീടെത്തത്തില്ല എന്നുള്ളത്. രാവിലെ തുടങ്ങിയ മഴ 3 മണിയായപ്പോൾ ഒന്ന് തോർന്നു. ആ സമയം കൊണ്ട് ഇനിയിപ്പോൾ മുങ്ങാനൊന്നും ബാക്കിയില്ല. റോഡിൽ ഇനി ബ്ലോക്ക് ഇല്ലാത്തൊരവസ്ഥയില്ല. ഈ ഒരു സമയത്ത് മെട്രോ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി കാണും. അത്രമാത്രം ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു റോഡിലോട് നോക്കുമ്പോൾ. കുറച്ച് വെള്ളമാണെങ്കിലും എല്ലാ റോഡിലും കയറി. അതുകൊണ്ട് തന്നെ എല്ലാ റോഡും ബ്ലോക്കായി. വണ്ടിയിലുള്ളവർ അവിടെ കടക്കും. 1 2 3 മണിക്കൂർ കഴിഞ്ഞാലും വണ്ടി നീങ്ങത്തില്ലാത്തൊരവസ്ഥയായിരുന്നു. മെട്രോ ഇറങ്ങി നടന്നു പോകേണ്ടവർക്ക് ഒരു കുഴപ്പമില്ല. എന്നാൽ അവിടുന്ന് വണ്ടിക്ക് പിന്നെയും പോകേണ്ടവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. ഞാൻ നേരെ എത്തിയ സ്ഥലത്ത് ചെന്ന് ഇറങ്ങി. ഒരു ജാതിക്കുള്ള ആളുണ്ട്. ഉജേറ, അജ്മാൻ, ഷാർജ എല്ലാ ബസ്സും ക്യാൻസലായി. എല്ലായിടത്തും വെള്ളം കയറിയതുകൊണ്ട് ബസ്സെല്ലാം തിരിച്ചു വന്നു. 8 മണി ആയാലും വെള്ളം താഴാനോ ബ്ലോക്ക് മാറാനോ ബസ് ഇറക്കാനോ പോകുന്നില്ല എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കി. ചുമ്മാ ഒന്ന് സമയം നോക്കി. 3:50. ഒരു 5:00-5:30 ആകുമ്പോഴത്തേക്കും റൂം എത്തുമായിരിക്കും. 13 കൊല്ലം മുമ്പ് കണ്ണൂരിൽ നിന്ന് എറണാകുളം വരെ നടന്ന് മലറ്റൂർ മല കയറി കണ്ട മുത്തപ്പനെ മനസ്സിൽ വിചാരിച്ച് ഒറ്റ നടത്തുമായിരുന്നു. എത്തിയ സ്ഥലത്തിൽ നിന്ന് പുറത്തിറങ്ങി റോഡിന് സൈഡിൽ കൂടെ നേരെ ഷാർജ ലക്ഷ്യമാക്കി വിട്ടു. ഒന്ന് തിരിച്ചു നോക്കിയപ്പോഴത്തേക്കും ലേഡീസ് അടക്കം 8-10 പേര് പുറകിലുണ്ടായിരുന്നു. ഷാർജയിലോട്ടുള്ള റോഡ് കണ്ടപ്പോഴത്തേക്കും ഒന്നുകൂടെ മനസ്സിലുറപ്പിച്ചു നടക്കാൻ തുടങ്ങി നന്നായി. പുറകെ വരുന്നവരുടെ സ്പീഡിൽ നടക്കണമെങ്കിൽ ഞാൻ വളരെ പതുക്കെ നടക്കേണ്ടി വരും. അതുകൊണ്ട് ആ ഒരു പരിപാടിക്ക് നിൽക്കാണ്ട് ഞാൻ നോർമലി സാധാരണ നടക്കുന്ന പോലെ നടന്നു നീങ്ങി. ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും കിസൈസ് എക്സിറ്റിലുള്ള പെഡസ്ട്രിയൻ ബ്രിഡ്ജ് കണ്ടു. നേരെ കയറി അപ്പുറത്തിറങ്ങണം, വേണ്ട നേരെ പോകാം, അടുത്ത ബ്രിഡ്ജിൽ കയറാം. പല സ്ഥലങ്ങളിലും റോഡിൽ നിന്ന് വിട്ടുമാറി നടക്കാനുള്ള കുറച്ച് ഏരിയാസ് ഉണ്ടായിരുന്നു. അത് തന്നെയാണ് യൂസ് ചെയ്തത്. അവിടുന്ന് നേരെ ഒരു 10 മിനിറ്റ് നടന്നപ്പോഴത്തേക്കും നമ്മുടെ ബോർഡ് കണ്ടു, വെൽക്കം ടു ഷാർജ. ഏകദേശം ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ നാഷണൽ പെൻസും കണ്ട് മൂല ബ്രിഡ്ജും കയറി നേരെ ഓപ്പോസിറ്റ് കടന്നു. മുന്നോട്ട് പോയാൽ വെള്ളം കാരണം റോഡ് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കി നേരെ ബ്രിഡ്ജ് ഇറങ്ങിയിട്ട് ആദ്യം തന്നെ റോഡ് ക്രോസ് ചെയ്തു. സംഭവം ശരിയാണ്, റോഡ് മുഴുവൻ വെള്ളം. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ധൈര്യമില്ലാത്ത ഒരു വണ്ടി റിവേഴ്സ് എടുത്തിട്ട് നേരെ റിട്ടേൺ എടുത്ത് പോവുകയാണ് ചെയ്തത്. അങ്ങനെ അവിടുന്ന് നേരെ സഫാരി മാളിന് റോഡോട് കയറി. ഒന്നും പറയാനില്ല, അത്രയ്ക്ക് വെള്ളമായിരുന്നു. സേഫ്റ്റി ഷൂ ആയതുകൊണ്ട് തന്നെ വെള്ളം നനഞ്ഞിട്ടുണ്ടെങ്കിൽ 2-2.5 കിലോ വരും. അത് ചുമന്നുകൊണ്ട് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ വളഞ്ഞു ചുറ്റിയാണ് ഞാൻ പോയത്. അങ്ങനെ ഷൂ ഒട്ടും നനയ്ക്കാതെ വീണ്ടും റോഡ് ക്രോസ് ചെയ്ത് നേരെ ചായക്കട പോയി 2 പഴംപൊരിയും വാങ്ങി 4:45 കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം 1 മണിക്കൂർ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ബിൽഡിങ്ങിലെത്തി. ഈ ഒരു സമയത്ത് ഞാൻ ഒരേ ഒരു കാര്യം ഓർത്തുള്ളൂ. ഞങ്ങളെപ്പോലുള്ളവരുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ സ്റ്റെഫി? ലോകത്തിൻ്റെ ഏത് മൂലയിൽ കൊണ്ടിട്ടാലും ഞങ്ങൾ ജീവിക്കും.